അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അതേപോലെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. ഇന്ന് നമ്മൾ റേഷ്യോ അനാലിസിസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. 2023 ചോദിച്ചിട്ടുള്ള 8ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. കറണ്ട് റേഷ്യോ ഈസ് 2.5:1, കറണ്ട് ലാബിലിറ്റി ഈസ് 20,000, കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് കറണ്ട് അസറ്റ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2.5:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം 2.5 എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റാണ് 2.5. ഇനി കറണ്ട് ലാബിലിറ്റിയാണ് എന്ത്? കറണ്ട് ലാബിലിറ്റിയാണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷനാണ് 1, കറണ്ട് അസറ്റിൻ്റെ പ്രൊപ്പോർഷനാണ് 2.5 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കറണ്ട് അസറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്താണോ തന്നിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 20,000 കറണ്ട് ലാബിലിറ്റിയാണ് തന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 20,000 നമ്മൾ എടുക്കുന്നു. ആദ്യം ഈ 20,000 എടുക്കുന്നു, ഇൻറ്റു നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? കറണ്ട് അസറ്റാണ്. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്നുള്ളത് ഈ റേഷ്യോയിൽ നമ്മൾ എടുക്കുന്നു, ഇൻറ്റു 2.5 ഡിവൈഡഡ് ബൈ നമുക്ക് ഏത് വാല്യൂ ആണ് തന്നിട്ടുള്ളത്? 20,000 എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റിയാണ്. ഇപ്പോൾ കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ എത്രയാണ് കറണ്ട് റേഷ്യോയിൽ? ഇതിൽ 2.5:1 എന്നതിൽ 1 ആണ് കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ. അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 50,000 എന്ന് കിട്ടും. വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന വാല്യൂ അതിൻ്റെ പ്രൊപ്പോർഷനും അറിയണം, കാണേണ്ട വാല്യൂവിൻ്റെ പ്രൊപ്പോർഷനും അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഐറ്റം കണ്ടെത്താൻ പറ്റും. അപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 50,000 എന്ന് വാല്യൂ കിട്ടും. ഇനി ഇവിടെ നമുക്ക് രണ്ടാമത് കണ്ടെത്തേണ്ട ഐറ്റം എന്താണ്? കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലുമാണ് ചോദിച്ചത്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലാബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വാല്യൂ കിട്ടും. കറണ്ട് അസറ്റ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്, 50,000 ആണ്. ആ 50,000 എഴുതുന്നു. നെക്സ്റ്റ് കറണ്ട് ലാബിലിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000 ആണ്. അപ്പോൾ 50,000 മൈനസ് 20,000 കണ്ടു കഴിഞ്ഞാൽ 30,000 എന്ന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വാല്യൂ കിട്ടും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2022 ചോദിച്ചിട്ടുള്ള 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ 9,60,000, ടോട്ടൽ ഡെപ്റ്റേഴ്സ് 20,80,000, ലോങ് ടേം ലാബിലിറ്റീസ് 16 lakh, ദെൻ സ്റ്റോക്ക് 4 lakh, പ്രീപെയ്ഡ് എക്സ്പെൻസ് 80,000. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കറണ്ട് റേഷ്യോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതായത് കറണ്ട് റേഷ്യോ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ് എന്നുള്ളതാണ് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കറണ്ട് ലാബിലിറ്റീസ് തന്നിട്ടില്ല, കറണ്ട് അസറ്റും തന്നിട്ടില്ല. പക്ഷെ നമുക്ക് കണ്ടെത്താനുള്ള ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് ലാബിലിറ്റി എന്നുള്ളത് ഇവിടെ ടോട്ടൽ ഡെപ്റ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലാബിലിറ്റിയാണ് 20,80,000. ലോങ് ടേം ലാബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ലാബിലിറ്റി കാണാൻ ടോട്ടൽ ഡെപ്റ്റിൽ നിന്ന് ലോങ് ടേം ലാബിലിറ്റി കുറച്ചാൽ മതി. ടോട്ടൽ ലാബിലിറ്റിയിൽ നിന്നും ലോങ് ടേമിനെ കുറച്ചാൽ നമുക്ക് ഷോർട്ട് ടേം കിട്ടും, അതായത് കറണ്ട് ലാബിലിറ്റി കിട്ടും. അതായത് 20,80,000 എത്ര കുറക്കണം? 16 ലക്ഷം കുറക്കുന്നു. അപ്പോൾ നമുക്ക് 4,80,000 എന്ന് ഏതിൻ്റെ വാല്യൂ കിട്ടും? കറണ്ട് ലാബിലിറ്റിയുടെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അതേപോലെ നമ്മൾ കറണ്ട് അസറ്റും കണ്ടെത്തണം. ഇപ്പോൾ കറണ്ട് അസറ്റ് കണ്ടെത്താൻ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ 9,60,000 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കറണ്ട് ലാബിലിറ്റിയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണെന്ന് നമുക്കറിയാലോ.
വർക്കിംഗ് ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ 9,60,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് നമുക്ക് കണ്ടെത്തണം, അതവിടെ വെക്കുന്നു. കറണ്ട് ലാബിലിറ്റി നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാണ്? നമ്മൾ കറണ്ട് ലാബിലിറ്റി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 4,80,000. അപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 9,60,000 പ്ലസ് 4,80,000 എന്ന് കിട്ടും. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 4,80,000 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ സമത്തിൻ്റെ അപ്പുറം പോകുന്നത് പ്ലസ് ആകും. ഇപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 9,60,000 പ്ലസ് 4,80,000 എന്നാകും. അതായത് 14,40,000 എന്ന് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് റേഷ്യോയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്ത് വരും? 14,40,000 ഡിവൈഡ് ബൈ 4,80,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. 3:1 എന്നായിട്ട് നമുക്ക് കറണ്ട് റേഷ്യോ കൊടുക്കാം. ഓക്കെ, ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി 2021 7th വൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് റേഷ്യോ 2.5, വർക്കിംഗ് ക്യാപിറ്റൽ 60,000. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം കറണ്ട് റേഷ്യോ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു 2.5:1 ആണ്. 2.5 റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റിനെയാണ്, 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറണ്ട് ലാബിലിറ്റിയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ കാണണം. കാരണം എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ കാണുക എങ്ങനെയാണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു 2.5 ആണ് കറണ്ട് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ, 1 ആണ് കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ. അപ്പോൾ നമുക്ക് 1.5 എന്ന് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടും. ഇപ്പോൾ കറണ്ട് അസറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വാല്യൂ 60,000 എടുക്കുന്നു. കാണേണ്ടത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ 2.5 ആണ്. ഡിവൈഡ് ബൈ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ 60,000 വർക്കിംഗ് ക്യാപിറ്റലാണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടെത്തിയ എത്രയാണ്? 1.5 ആണ്. അപ്പോൾ നമുക്ക് 60,000 ഇൻറ്റു 2.5 ഡിവൈഡ് ബൈ 1.5 കണ്ടു കഴിഞ്ഞാൽ 1 lakh എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1 lakh ആണ്. ഓക്കെ, ഇനി ഇതിൽ കാണേണ്ടത് കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് ലാബിലിറ്റി കാണുക എങ്ങനെയാണ്? 60,000 തന്നെ നമ്മൾ എടുക്കുന്നു ഇൻറ്റു 1 എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ ആണ്. ഇൻറ്റു 1 ഡിവൈഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 1.5 ആണ്. ഡിവൈഡ് ബൈ 1.5. 60,000 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1.5 എത്ര കിട്ടും? 40,000 എന്ന് കിട്ടും. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 40,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് 2023 ചോദിച്ചിട്ടുള്ള 15ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ് വെൻ കറണ്ട് റേഷ്യോ ഈസ് 2.5:1 ആൻഡ് കറണ്ട് ലാബിലിറ്റീസ് ₹1 lakh എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇവിടെ കറണ്ട് അസറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വാല്യൂ 1 lakh എടുക്കുന്നു. ഇൻറ്റു 2.5 ആണ് കറണ്ട് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 lakhൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 1 ആണ്. കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ ഈ റേഷ്യോയിൽ 1 ആണ്. ഇപ്പോൾ 2.5 ഡിവൈഡ് ബൈ 1 2,50,000 എന്ന് ആൻസർ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ഓക്കെ, ഇനി 2021 28ാമത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് ഫൈൻഡ് ഔട്ട് കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റീസ്, ലിക്വിഡ് അസറ്റ്, അതേപോലെ സ്റ്റോക്ക്. ഇത്രയുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലിക്വിഡ് അസറ്റ്, സ്റ്റോക്ക്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള എന്താണ്? കറണ്ട് റേഷ്യോ 2.5 ആണ്, ലിക്വിഡ് റേഷ്യോ 1.5, വർക്കിംഗ് ക്യാപിറ്റൽ 60,000. ഇത്രയും ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ തന്നു കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോയിൽ നിന്ന് അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ ആദ്യം കണ്ടെത്തണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ 2.5 ആണ്. 2.5:1 എന്നുണ്ടാവും കറണ്ട് റേഷ്യോ 2.5 വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ 2.5 കറണ്ട് അസറ്റിൻ്റെ പ്രൊപ്പോർഷനും 1 കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷനാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ 2.5 മൈനസ് 1 1.5 എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ കറണ്ട് അസറ്റ് കണ്ടെത്താം. 60,000 ഇൻറ്റു 2.5 ഡിവൈഡ് ബൈ 1.5 1 lakh എന്ന് കിട്ടും. ഇനി കറണ്ട് ലാബിലിറ്റി 60,000 ഇൻറ്റു 1 കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷനാണ്. ഡിവൈഡ് ബൈ 1.5 വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ 40,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലിക്വിഡ് അസറ്റ് കാണണം. ലിക്വിഡ് റേഷ്യോ തന്നത് എത്രയാണ്? 1.5:1 ആണ്. 1.5 റെപ്രസെൻറ്റ് ചെയ്യുന്ന ലിക്വിഡ് അസറ്റിനെയും 1 റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? കറണ്ട് ലാബിലിറ്റിയാണ്. ഓക്കെ, അതായത് ഈ റേഷ്യോയിൽ 1.5 എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റും 1 എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റിയാണ്. അപ്പോൾ കറണ്ട് ലാബിലിറ്റി ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തിയതാണ് 40,000. അപ്പോൾ നമുക്ക് ലിക്വിഡ് അസറ്റ് കണ്ടെത്താം. ഈ 40,000 ഇൻറ്റു 1.5 ഇതെന്തിനാണ് ഇവിടെ നമ്മൾ 40,000 എടുക്കുന്നത്? ലിക്വിഡ് അസറ്റും കറണ്ട് ലാബിലിറ്റിയുമാണ് ഈ റേഷ്യോയിൽ റിലേഷൻഷിപ്പ് ഉള്ളത്. അതുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് ഉള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ലിക്വിഡ് അസറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 40,000 ആണ്. ഇൻറ്റു 1.5 എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷനാണ്. ഡിവൈഡ് ബൈ 1 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 60,000 എന്ന് കിട്ടും.
ഇനി ഇവിടെ നമുക്ക് കാണേണ്ടത് സ്റ്റോക്കാണ്. വേറൊരു ഐറ്റം ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സ്റ്റോക്ക് കാണുക എങ്ങനെയാണ്, കറണ്ട് അസറ്റിൽ നിന്നും ലിക്വിഡ് അസറ്റിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. അതായത് കറണ്ട് അസറ്റ് 1 lakh ആണ്, മൈനസ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് 60,000 നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമുക്ക് 40,000 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുക. ഇനി 2019 ചോദിച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്ന 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫോർ എ കൺസേൺ കറണ്ട് റേഷ്യോ 3.5, ലിക്വിഡ് റേഷ്യോ 2.5, വർക്കിംഗ് ക്യാപിറ്റൽ 1 lakh. ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി, വാല്യൂ ഓഫ് ഇൻവെൻട്രി. ഇത്രയുമാണ് തന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടെത്തണം ആദ്യം. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു 3.5:1 ആണ്. ഇപ്പോൾ 3.5 എന്ന് പറയുന്ന കറണ്ട് അസറ്റും 1 എന്ന് പറയുന്ന കറണ്ട് ലാബിലിറ്റിയാണ്. ഇവിടെ 3.5 മാത്രമേ തന്നിട്ടുള്ളൂ. 1 ഉണ്ടാകും. 1 എന്ന് പറഞ്ഞാൽ 1 കറണ്ട് ലാബിലിറ്റിയാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ കാണുക എങ്ങനെയാണ്, കറണ്ട് അസറ്റ് എന്ന് കറണ്ട് ലാബിലിറ്റി കുറക്കണം. 3.5 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 എന്ന് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് കറണ്ട് അസറ്റ് കണ്ടെത്താം. കറണ്ട് അസറ്റ് കാണുക എങ്ങനെയാണ്, തന്നിട്ടുള്ള വാല്യൂ അതായത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വാല്യൂ 1 lakh ആണ്, ഇൻറ്റു കറണ്ട് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ 3.5 ആണ്, ഡിവൈഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടെത്തിയ 2.5 ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1,40,000 എന്ന് കിട്ടും. ഇനി കറണ്ട് ലാബിലിറ്റി കാണാൻ തന്നിരിക്കുന്ന വാല്യൂ 1 lakh ഇൻറ്റു കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ 1 ആണ് റേഷ്യോയിൽ, ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 lakh എന്ന് പറയുന്നത് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലാണ്, അതിൻ്റെ പ്രൊപ്പോർഷൻ 2.5 ആണ്. അപ്പോൾ 40,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് കണ്ടത് വാല്യൂ ഓഫ് ഇൻവെൻട്രി ആണ്. അതിനു മുമ്പ് നമ്മൾ ലിക്വിഡ് അസറ്റ് കാണണം, എന്നാലേ ഇൻവെൻട്രി കണ്ടെത്താൻ പറ്റും. അപ്പോൾ ലിക്വിഡ് റേഷ്യോ 2.5:1 ആണ്. അപ്പോൾ 2.5 എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡ് അസറ്റും 1 എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റിയാണ്. അപ്പോൾ ലിക്വിഡ് അസറ്റ് ഇവിടെ എത്രയായിരിക്കും, 40,000 ആണ് കറണ്ട് ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റി ഇൻറ്റു 40,000 ഇൻറ്റു 2.5 ആണ് ലിക്വിഡ് അസറ്റ്, 2.5 ഡിവൈഡ് ബൈ 1 കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ. അപ്പോൾ നമുക്ക് 1 lakh എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇൻവെൻട്രി നമ്മൾ കണ്ടെത്താൻ, ഇൻവെൻട്രി ഈക്വൽ ടു എന്താണ്, കറണ്ട് അസറ്റ്. ഇൻവെൻട്രി സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് എത്രയാണ്, 1,40,000 ആണ്. കറണ്ട് ലിക്വിഡ് അസറ്റ് എത്രയാണ് നമ്മൾ കണ്ടെത്തിയ 1 lakh ആണ്. അപ്പോൾ 1,40,000 മൈനസ് 1 lakh കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 40,000 എന്ന് ആൻസർ കിട്ടും. ഏതിൻ്റെത്, വാല്യൂ ഓഫ് ഇൻവെൻട്രിയുടേത്. ഓക്കെ, ഇനി 2019 ചോദിച്ചിട്ടുള്ള 21ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ കമ്പനി ഈസ് ഗിവൺ. കറണ്ട് ലാബിലിറ്റീസ് 2 lakh, കറണ്ട് റേഷ്യോ 2.5:1, ലിക്വിഡ് റേഷ്യോ 1.25:1. കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ്, ലിക്വിഡ് അസറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, സ്റ്റോക്ക്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ഏതാണ്, കറണ്ട് ലാബിലിറ്റി ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. കറണ്ട് ലാബിലിറ്റിയുടെ വാല്യൂ ആണ് തന്നത്. ഇപ്പോൾ കറണ്ട് അസറ്റ് കാണാലോ, അതായത് കറണ്ട് അസറ്റ് കാണാൻ 2 lakh നമ്മൾ എടുക്കുന്നു, കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ. ഇനി കറണ്ട് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് റേഷ്യോയിൽ, 2.5 ആണ്. ഇപ്പോൾ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ബൈ 1 ആണ് 2 lakhൻ്റെ പ്രൊപ്പോർഷൻ. അപ്പോൾ നമുക്ക് 5 lakh എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അത് സിമ്പിളായിട്ട് ഡയറക്റ്റ്ലി ചെയ്യാം. ഇനി ലിക്വിഡ് റേഷ്യോ 1.25:1 ആണ്. 1.25 എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് ആണ്. 1 എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ലാബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് ലിക്വിഡ് അസറ്റ് കിട്ടും, അതായത് 2 lakh ഇൻറ്റു 1.25 അതായത് ലിക്വിഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ ഡിവൈഡ് ബൈ 1 ആണ് കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ. ഈ 2 lakh എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ സീക്വൽ എന്ത് കിട്ടും, 2,50,000 എന്ന് ലിക്വിഡ് അസറ്റിൻ്റെ വാല്യൂ കിട്ടും. നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞ വേറൊരു ഐറ്റം എന്താണ്, സി വർക്കിംഗ് ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലാബിലിറ്റി കുറച്ചാൽ കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് 5 lakh ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് കറണ്ട് ലാബിലിറ്റി 2 lakh ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നമുക്ക് 3 lakh എന്ന് കിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി സ്റ്റോക്കാണ് കണ്ടെത്തേണ്ടത്. സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എന്താണ്, കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് എത്രയാണ്, 5 lakh ആണ്. ലിക്വിഡ് അസറ്റ് എത്രയാണ്, 2,50,000 ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 2,50,000 എന്ന് നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ 2016 ചോദിച്ച സെയിം ലെവൽ കറണ്ട് ലാബിലിറ്റി തന്നിട്ട് കറണ്ട് അസറ്റ്, ലിക്വിഡ് അസറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതായത് ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ കമ്പനി ആർ ഗിവൺ. കറണ്ട് ലാബിലിറ്റി 1 lakh, കറണ്ട് റേഷ്യോ 2.5:1, ലിക്വിഡ് റേഷ്യോ 1.25:1. കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ്, ലിക്വിഡ് അസറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, സ്റ്റോക്ക്. ഓക്കെ, ഇതേ മോഡൽ തന്നെ 2017 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 21ാമത്തെ ക്വസ്റ്റ്യൻ.
The following information relating to a company is given. Current liability 30,000 ആണ്. Current ratio 2.5:1 ആണ്. Liquid ratio 1.25:1 ആണ്. Calculate current asset, liquid asset, working capital, stock. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്ന പാർട്ടിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രൂപം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് പൊതുവെ വരാറുള്ളത്. ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും പൊതുവെ ചോദിക്കാറില്ല. ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് മോഡൽസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ റേഷ്യോ അനാലിസിൻ്റെ ബാക്കി പാർട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്